ഇന്നത്തെ യാത്ര അലൈനിക്കാണ് കേട്ടോ. അപ്പോൾ അലൈനിലേക്ക് നമ്മൾ പോകുമ്പോൾ എപ്പോഴും കണ്ണിന് കുളിർമയുള്ള കാഴ്ചകളാണ് കാണാനായിട്ട് സാധിക്കുക. യുഎഇയിലെ മറ്റുള്ള എല്ലാ പ്രദേശങ്ങളെ അപേക്ഷിച്ച് നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അലൈനിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു എനർജിയാണ്. അപ്പോൾ അങ്ങനെ അലൈനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അലൈൻ എന്ന് പറഞ്ഞാൽ യുഎഇയിലെ മരുപ്പച്ച എന്നാണ് കേട്ടോ പറയുന്നത്. അതുപോലെ തന്നെയാണ് കാണാനും ഈന്തപ്പനകൾക്കും അതുപോലെ മരങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക പച്ചപ്പും ഒരു ഉഷാറും ഒക്കെയാണ് അലൈനിലുള്ളത്. ഇന്ന് നമ്മൾ പോകുന്നത് ഹിലി ഫൺ സിറ്റിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ പോകുന്നത്. നല്ല സ്ഥലമാണ് കേട്ടോ. കുട്ടികളായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ തന്നെ കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ. ഇതേപോലെയൊക്കെ ഉള്ള ടോയ്സും സ്നാക്സും ഒക്കെ ഉള്ള ഷോപ്പുകൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ റൈഡുകളുണ്ട്. അപ്പോൾ ഏതിൽ വേണമെങ്കിലും കയറാം കേട്ടോ. ഈ ടിക്കറ്റ് വെച്ചിട്ട് നമ്മൾ ഓരോ റൈഡിനും എക്സ്ട്രാ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ കയറി വരുന്ന വഴി തന്നെ ഉള്ളൊരു റൈഡാണിത്. ഇത് കറങ്ങുന്നത് കണ്ടപ്പോൾ അത്ര വലിയ കറക്കായിട്ടൊന്നും തോന്നിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഓടിച്ചാടി ഇതിൽ കയറാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടോ. പക്ഷെ കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മൾ വിചാരിച്ച പോലെയല്ല, നല്ല രീതിയിൽ ഇത് കറങ്ങുന്നുണ്ട് കേട്ടോ. കുറച്ച് മുകളിലോട്ടൊക്കെ പോകുമ്പോൾ ശരിക്കും നമുക്കൊരു പേടിയാവും. ഇതിലിപ്പോൾ എന്തിനാ നമ്മൾ കയറി എന്നൊക്കെ തോന്നും. ഒരു 5 മിനിറ്റൊക്കെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരുന്നു കേട്ടോ. കുറച്ച് ഹൈറ്റിൽ പോകുന്നുണ്ട്, അതുപോലെ താഴ്ന്നും പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും വേണ്ടില്ല, അങ്ങനെ 5 മിനിറ്റ് അതിലിരുന്നിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സംഭവം കുഴപ്പമില്ല. നമ്മൾ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അതിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നീട് നമ്മൾ വന്നത് ഈ ഒരു സംഭവത്തിലേക്കാണ് കേട്ടോ. ഇത് പിന്നെ പതുക്കെ പോകുന്നുള്ളൂ, അതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാം കേട്ടോ. നല്ല രസമായിട്ട് ഇരിക്കാം. ജസ്റ്റ് ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ ചുറ്റുന്നേ ഉള്ളൂ. പക്ഷേ ഒരു രസമാണ് കേട്ടോ. കുട്ടികൾക്ക് എന്തായാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. നമുക്ക് വലിയവർക്ക് തന്നെ നല്ല രസമായിട്ട് തോന്നി. അപ്പോൾ പിന്നെ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ. മുമ്പത്തെ റൈഡിൽ കയറിയതിൻ്റെ ഒരു ക്ഷീണം കൊണ്ട് മാറിക്കിട്ടിട്ടോ അതിൽ കയറിയപ്പോൾ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഇതേപോലെയുള്ള ഒരു സ്ഥലത്താട്ടോ എത്തിയിട്ട് അവിടെ നിറയെ കരിമ്പനകൾ ഉണ്ടായിരുന്നു കേട്ടോ. മക്കൾ ഓരോ റൈഡുകൾ കാണിക്കും, അവിടേക്ക് നമ്മൾ പോകും. അങ്ങനെയാണ് കേട്ടോ. ഇതേപോലെയുള്ള റൈഡുകളിലേക്കൊക്കെ കുട്ടികളുടെ ഹൈറ്റ് നോക്കിയിട്ടാണ് കേട്ടോ അവർ കയറ്റി വിടുന്നത്. കുട്ടികൾക്ക് പറ്റിയതും വലിയവർക്ക് പറ്റിയതും ഒക്കെ ഉണ്ട് കേട്ടോ. ചില റൈഡുകളിലൊക്കെ കുട്ടികൾക്ക് കയറാൻ പറ്റില്ല കേട്ടോ. അത് വിചാരിച്ചിട്ട് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. സെയിം സംഭവം തന്നെ ചെറിയ കുട്ടികൾക്കുള്ളതും ഉണ്ട് കേട്ടോ. ഒരുവിധം എല്ലാ ആളുകൾക്കും കയറാൻ പറ്റിയിട്ടുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ അവിടെ. എല്ലാം 5 മിനിറ്റ് ഒക്കെയാണ് കേട്ടോ തരുന്നത്. നമ്മൾ ഒരു പ്രാവശ്യം ഇതിൽ കയറിയിട്ട് പിന്നീട് വേറെ കറങ്ങി വന്ന് വീണ്ടും ഇതിൽ തന്നെ കയറുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് കയറാനായിട്ട് പറ്റുമോ. പിന്നെയുള്ള സംഭവമാണ് ഇത് കേട്ടോ. ഇതിൽ നല്ല ചെറിയ കുട്ടികൾക്ക് കയറാൻ പറ്റില്ല കേട്ടോ. കുറച്ച് വലിയ കുട്ടികൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഒരു 10 വയസ്സൊക്കെ ഉള്ളവർക്ക് കയറാം. ഇതിൻ്റെ ഈ ഹൈറ്റും ഈ കറക്കമൊക്കെ കാണുമ്പോൾ നമുക്ക് കയറാനായിട്ട് തോന്നില്ല കേട്ടോ. വെറുതെ കയറിയിട്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ താഴെ നിന്നിട്ട് ഇതൊക്കെ ആസ്വദിച്ചു. ഇതിലോട്ടൊന്നും കയറിയില്ല കേട്ടോ. പിള്ളേർ കുറേ ചെറിയ ചെറിയ റൈഡുകളൊക്കെ കയറി. നമ്മൾ ആദ്യം ഒരു സംഭവത്തിൽ കയറിയപ്പോൾ തന്നെ മതിയായി. അപ്പോൾ പിന്നെ വേറെ ഒന്നിലും കയറാൻ നിന്നില്ല കേട്ടോ. ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കാണാൻ, പിള്ളേരെ കളിപ്പിക്കുക, അതൊക്കെയാണ് ഇപ്പോൾ ഒരു സന്തോഷം കേട്ടോ. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഭാഗത്ത് വന്നിരുന്നു കേട്ടോ. അവിടെ ചെറിയ ചെറിയ കുറേ ഷോപ്പുകളുണ്ട്. അപ്പോൾ അവിടെ ജ്യൂസ്, പോപ്കോണ്, സ്പൈറൽ പൊട്ടറ്റോ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഐസ്ക്രീം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത റൈഡുകളിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു സമയത്ത് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പാർക്കിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 4:30 മുതൽ 10 മണി വരെയാണ് ഉള്ളത്. അപ്പോൾ വൈകുന്നേരം ആകുന്തോറും ആളുകൾ കൂടി വരുന്നുണ്ട് കേട്ടോ. എന്നാലും ഭയങ്കര തിരക്ക് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ചെന്ന റൈഡുകളിലെല്ലാം നമുക്ക് കയറാനായിട്ട് പറ്റിയിട്ടോ. അങ്ങനെ തിരക്ക് കൊണ്ട് കയറാൻ പറ്റാത്തൊരവസ്ഥ ഒന്നും ഉണ്ടായില്ല കേട്ടോ. ഇത് 1985 എന്തോ വന്നിട്ടുള്ള പാർക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ വലിയ മരങ്ങളും ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോഴേക്കും തിരക്കും കൂടി വന്ന് ഓരോ റൈഡിന് മുമ്പിലും ഇതേപോലെ ഇങ്ങനെ ഹൈറ്റ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും നമ്മുടെ പിള്ളേരെ ഇതിലോട്ട് കയറ്റാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളത് കേട്ടോ. ഈ കാണുന്ന ഈ ഒരു റൈഡ് ചെറിയ കുട്ടികൾക്കും ഉള്ളതും ഉണ്ട്, അതുപോലെ തന്നെ വലിയ കുട്ടികൾക്കും ഉള്ളതും ഉണ്ട് കേട്ടോ. ചെറിയ കുട്ടികൾക്കുള്ളത് ചെറുതായിട്ട് ഇങ്ങനെ താഴും പൊങ്ങുമൊക്കെ ചെയ്യുള്ളൂ. വലിയവർക്കുള്ളത് നല്ല രീതിയിൽ തന്നെ താഴും പൊങ്ങുമൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഇതേപോലെ കുറേ വെള്ളമുള്ള ഭാഗങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളത്തിലുള്ള കുറേ ആക്ടിവിറ്റീസും ഈ ഭാഗത്തുണ്ട്. കുട്ടികൾക്കൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പെഡൽ ബോട്ടുകളാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് നമ്മളങ്ങനെ കയറാൻ പോയില്ല. അതേപോലെ വലിയവർക്കുള്ള ബോട്ടും ഉണ്ട് കേട്ടോ. ഇത് പെഡൽ ബോട്ടാണ്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർ ഇങ്ങനെ പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിലൊന്നും കയറാൻ നിന്നില്ല കേട്ടോ. കയറി കഴിഞ്ഞിട്ട് പിന്നെ കുറേ ടൈം അങ്ങനെ പോകില്ല. അപ്പോൾ അത് കാരണം ബോട്ടിലൊന്നും കയറാൻ നിന്നില്ല. പഴയ പാർക്കാണെങ്കിലും കൂടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കയറിയ റൈഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ ഒന്നും കൂടി ഭംഗി. അപ്പോൾ പിള്ളേർക്ക് ഒന്നും കൂടെ കയറണം എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും കയറിയതാണ് കേട്ടോ.
കുട്ടികളെയും കൊണ്ടൊക്കെ വരുന്നവർക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വന്ന് നോക്കണം കേട്ടോ. നല്ല രസമുള്ള സ്ഥലമാണ്. പിന്നെ ഇവിടെ ഉള്ളൊരു സംഭവമാണ് ഇതുപോലത്തെ ട്രെയിൻ കേട്ടോ. ഈ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ പാർക്ക് മൊത്തം ചുറ്റി കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ട്രെയിനും എല്ലാം തന്നെ ഫ്രീ ആണ് കേട്ടോ. നമ്മൾ തിരിച്ചു പോകാനായിട്ട് നിൽക്കുന്ന സമയത്താണ് കേട്ടോ ട്രെയിനിൽ കയറിയത്. ട്രെയിനിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് ഈ പാർക്ക് എത്രത്തോളം വലുതാണെന്നുള്ളത്. നമ്മൾ കണ്ടിട്ടുള്ള റൈഡുകൾ മാത്രമല്ല, അല്ലാതെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ കുഞ്ഞ് ട്രെയിനാണെങ്കിലും ട്രെയിൻ യാത്രയും അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ചിങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഇങ്ങനെ റെയിൽവേ ട്രാക്ക് ഉണ്ട് കേട്ടോ. ചെറിയ ട്രെയിനിനുള്ള ട്രാക്കാണ്. അപ്പോൾ ഇതിലൂടെ അല്ല കേട്ടോ ട്രെയിൻ പോകുന്നത് റോട്ടിൽ കൂടെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന ട്രെയിൻ പോയിക്കൊണ്ടിരുന്ന ട്രാക്കായിരിക്കും ഇത്. പിന്നെ കാലം മാറിക്കഴിഞ്ഞപ്പോൾ ട്രെയിൻ റോട്ടിൽ കൂടെ ഓടാൻ തുടങ്ങി എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പാർക്ക് മൊത്തം ചുറ്റിക്കറങ്ങിയതിന് ശേഷം കയറിയ ഭാഗത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ പുറത്തേക്കാണ് പോകുന്നത്. പാർക്കിൻ്റെ ടൈമിങ് 10 മണി വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു 7:30 7:45 വരെയൊക്കെ നിന്നുള്ളൂ കേട്ടോ. കാരണം പിന്നെ അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് നമ്മൾ വീട്ടിലോട്ട് എത്തണ്ടേ. അപ്പോൾ ഇതുവരെ പോയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് പോയി നോക്കൂ കേട്ടോ. പിള്ളേരൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. താങ്ക്